കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തെക്കൻ കാശ്മീരിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം, ഒരു നടപടി ഉണ്ടായി അവിടെ. അതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ആരും പറഞ്ഞു കണ്ടില്ല. അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വാർത്ത എന്താണ് എന്ന് പൂർണ്ണമായും കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. തെക്കൻ കാശ്മീരില് ഏപ്രിൽ 24-ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പ്രകാരം നിരോധിത സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക മത പാഠശാല UAPA നിയമപ്രകാരം അടച്ചുപൂട്ടി. ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയേ അല്ല, സ്വാഭാവികം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തെക്കൻ കാശ്മീരിലെ ഏറ്റവും വലിയ മത പാഠശാലയാണ് ഇത്. ജാമിയ സിറാജ് ഉൽ ഉലൂം എന്ന് പറയുന്ന മതപാഠശാലയാണ്. ഈ മതപാഠശാല എന്ന് പറയുന്നത് ഒരു നിസാര സംഭവമൊന്നുമല്ല കേട്ടോ, വലിയ ഒരു പ്രസ്ഥാനമാണ്. ഈ സ്ഥാപനവും പരിസരവും ഒക്കെ സീൽ ചെയ്തു, അവരുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. ഇതിനു കീഴിൽ സ്കൂളുകളിലും കോളേജുകളിലുമായിട്ട് 800-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇവരുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ ഏതാണ്ട് 20ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇതിനൊക്കെ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ പ്രകാരമാണ് ഈ ഒരു മതപാഠശാലയെ ഇപ്പോൾ UAPA പ്രകാരം അടച്ചു പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ ആ ജനത, ആ ഒരു നാട് എന്ന് പറയുന്നത് അതിൻ്റെ പച്ചപ്പിലേക്ക് പോവുകയാണ്. അത് മെല്ലെ നമ്മൾ പറയുക ക്ലച്ച് പിടിച്ചു തുടങ്ങി എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ പറയുന്ന ദക്ഷിണ കാശ്മീരിലെ ഏറ്റവും വലിയ മതപാഠശാലയാണ് ഈ പറയുന്നത്. അപ്പോൾ അതാണ് ഈ നിയമത്തിന്റെ, അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിന്റെ, അതായത് UAPA പ്രകാരം സെഷൻ 8(1) പ്രകാരം ജമ്മു കാശ്മീർ സർക്കാർ നിയമവിരുദ്ധ സ്ഥാപനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നിരോധിത സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഈ സ്ഥാപനത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്, സുസ്ഥിരവും രഹസ്യവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളത് കാശ്മീർ ഡിവിഷണൽ കമ്മീഷണർ അൻഷുൽ ഗാർഗ് ഏപ്രിൽ 24-ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു 800-ലധികം, ഏതാണ്ട് 814-ലധികം വിദ്യാർത്ഥികളും 102ഓളം ഫാക്കൽറ്റികളും ഉള്ള ഒരു മതപാഠശാലയാണിത്. ഈ താഴ്വരയിൽ ബന്ദിപ്പോരിലെ ദാറുൽ ഉലൂം റഹിമിയയ്ക്ക് ശേഷം 2ാം സ്ഥാനത്താണ് ഈ മതപാഠശാല. അപ്പോൾ വിജ്ഞാപനത്തെ തുടർന്ന് ഷോപ്പിയാൻ ജില്ലാ മജിസ്ട്രേറ്റ് ശിശിർ ഗുപ്ത തിങ്കളാഴ്ച തന്നെ നിരോധനാജ്ഞയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച പരിസരം ഔദ്യോഗികമായി അടയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? 2026 മാർച്ച് 24 ആ ദിവസം ഷോപ്പിയാൻ സീനിയർ പോലീസ് സൂപ്രണ്ട് മുഷ്താഖ് അഹമ്മദ് ചൗധരി സമർപ്പിച്ചിട്ടുള്ള ഒരു രേഖയെ തുടർന്നാണ് ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ മതപാഠശാലയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ സ്കൂൾ വളർത്തിയെടുത്തിട്ടുള്ളത് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്. പ്രത്യേകിച്ച് കോട്ട് ചെയ്തിട്ടുള്ള ഒരു മുൻ വിദ്യാർത്ഥി ഉണ്ട്, സജ്ജാദ് ഭട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സജ്ജാദ് ഭട്ട് ആരാണെന്ന്? നമ്മൾ മറക്കരുത്, ഇത്തരത്തിലുള്ള ഈ ഭീകരന്മാരെ ഒന്നും നമ്മൾ മറന്നു പോകരുത്. 2019 ഫെബ്രുവരി 14-ന് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം, അതായത് ലെത്പോറ ചാവർ ബോംബാക്രമണം, അതില് നമ്മുടെ 40 CRPF ജവാന്മാരാണ് മരണത്തിനിരയായത്. ആ ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയായിരുന്നു ഭട്ട്, ഈ സജ്ജാദ് ഭട്ട് എന്ന് പറയുന്ന ഈ ഭീകരൻ. അപ്പോൾ ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇയാള് ജെയ്ഷെ മുഹമ്മദിൽ ചേർന്നതായിട്ട് NIA കണ്ടെത്തുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ 2020-ല് അബ്ദുൾ അഹദ് ഭട്ട് ഉൾപ്പെടെ ഈ മതപാഠശാലയിലെ 3 അധ്യാപകർക്കെതിരെ പൊതുസുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 98-ൽ സ്ഥാപിതമായിട്ടുള്ള ഈ സ്കൂള്, ആ സ്കൂൾ അന്തരിച്ച പ്രാദേശിക സൂഫി സന്യാസി പീർ ഗുൽ മുഹമ്മദ് സോഫി സംഭാവന ചെയ്തിട്ടുള്ള ഏതാണ്ട് 6 ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഒരു മതപാഠശാലയാണ്. അതിൻ്റെതായ പല തലങ്ങളിലുള്ള
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഈ സൂഫി വര്യൻ സ്ഥാപിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം ഹൈജാക്ക് ചെയ്യാൻ നിമിഷങ്ങൾ മതി. നമുക്കറിയാം അൽഫലാഹ് യൂണിവേഴ്സിറ്റി, ചെങ്കോട്ട സ്ഫോടനം നമ്മൾ മറന്നിട്ടില്ല. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള ആക്രമണം, അവരെന്തെല്ലാം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തു? അവര് വലിയ ജൈവായുധം വരെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ തത്രപ്പാടിലായിരുന്നു അല്ലെ. അത് പല ഇടങ്ങളിലായിട്ട് നമ്മുടെ ജലസംഭരണികളിലടക്കം അത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആരും അറിയില്ല. ഒരു ദിനം ഇവർ വന്നു പോവുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ജനങ്ങൾ മരിച്ചു വീഴുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാരിനെ അട്ടിമറിക്കാനല്ലേ? എല്ലാവരും സർക്കാരിനെ അല്ലേ പറയുകയുള്ളൂ. ഇവരെ കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിലുള്ള അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന് ഇത് എവിടെ നിന്നാണ് എന്ന് അറിയണം, ഇതിന്റെ റൂട്ട് അറിയണം, അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരും. അതുവരെയും പ്രതിപക്ഷം എന്ന് പറയുന്ന യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പക്ഷം സർക്കാരിനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഭീകരന്മാര് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള ഭീകരന്മാര് റൈസിൻ പോലുള്ള വിഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷമാണ് ജലസംഭരണികളിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, കലർത്തിയിരുന്നുവെങ്കിൽ ഇത് കുടിക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം മരിച്ചു വീഴാൻ തുടങ്ങും. കാരണമറിയാതെ ജനം പരിഭ്രാന്തരാകും. ഒരു രാഷ്ട്രം മുഴുവനും വലിയ ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മതപാഠശാലയാണ് ഈ അടച്ചുപൂട്ടിയത്. അപ്പോ മെഹബൂബ മുഫ്തിക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അനീതിയാണ്. എന്തനീതി? ആയിരക്കണക്കിന് ജനങ്ങളെ കൊല്ലുവാൻ വേണ്ടുന്ന ചട്ടങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കുന്ന നിങ്ങൾ മറ്റ് മതസ്ഥരെ കൊല്ലൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടിയത് ഏത് തരത്തിലാണ് മെഹബൂബ മുഫ്തിക്ക് അതൊരു അനീതിയായിട്ട് പറയാൻ പറ്റുന്നത്? അപ്പൊ അവരുടെ മനസ്സിലുള്ള വികാരം എന്താണ്? ദേശവിരുദ്ധതയാണോ? ഇത്തരത്തിലുള്ള ആളുകളാണ്. ആർട്ടിക്കിൾ 370 ഒന്നും എടുത്തു മാറ്റുന്നത് ഇവർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആ ഒരു പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലൊരു മതപാഠശാല കൂടി അടച്ചുപൂട്ടുന്നത്. അത് ഭീകരന്മാരെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. ഇത്തരത്തിലുള്ള ഫാക്ടറികൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നിശബ്ദമായി പലതും നടത്തുന്നുണ്ട്. ആരെങ്കിലും അറിഞ്ഞിരുന്നോ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത്? ഈ ഭീകരന്മാരെ പിടികൂടുന്നത് വരെ. അപ്പോ നിശബ്ദ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിട്ട് ഇരിക്കണം. ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അന്ധമായിട്ടുള്ള മതേതരത്വം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിനാണ്. ആ രാഷ്ട്രത്തിന് അത്തരത്തിലൊരു ച്യുതിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായ നടപടികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഭീകരന്മാരെ ഏതൊക്കെ മുക്കിലും മൂലയിലും പോയി കൂടുകൂട്ടിയാലും സർക്കാർ നല്ല നട്ടലുള്ള സർക്കാർ തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ സർക്കാർ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കും. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ മതപാഠശാല അടച്ചു പൂട്ടിയിട്ടുള്ളത്. ഇനി എത്രണ്ണം അടച്ചു പൂട്ടാനിരിക്കുന്നു എന്നുള്ളത് അറിയില്ല. എന്തായാലും നടപടികൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്.